ലാസ് വേഗസിൽ നടന്ന മത്സരം ഒബാഫെമി ആയിരുന്നു ലെസ്നറിന്റെ എതിരാളി. 5 മിനിറ്റിൽ താഴെ മാത്രം നീണ്ടു നിന്ന മത്സരം. തുടക്കത്തിൽ ലെസ്നറിന്റെ ആധിപത്യം തന്നെയായിരുന്നു. ഒബാഫെമിയെ കോർണറിൽ ഇടിച്ച് കയറ്റിക്കൊടുത്തു. പക്ഷേ ഫെമി തിരിച്ചടിക്കുകയും ചെയ്തു. പല രീതിയിലും ലെസ്നർ ഫെമിയെ താഴ്ത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ പോലും ലെസ്നറിന് എന്തോ സ്വയം ഒരു വിശ്വാസക്കുറവ് സംഭവിച്ചതുപോലെ ആ മത്സരത്തിലുടനീളം ഉണ്ടായിരുന്നു. അവസാനം ഫെമി ഒരു ചോക്ക് സ്ലാമും ചെയ്ത് അടിച്ച് ലെസ്നറിനെ താഴെ വീഴ്ത്തി പിൻ ചെയ്ത് 3 കൗണ്ട് അടിച്ച് റെഫറി മാറ്റി നിൽക്കുമ്പോൾ പോലും ഫെമിക്ക് വിശ്വസിക്കാൻ കഴിയില്ല താൻ വീഴ്ത്തിയത് ആ ബീസ്റ്റിനെയാണ്. ദ ബീസ്റ്റ് ഇൻകാർണേറ്റ് എന്ന് എതിരാളികൾ വിശേഷിപ്പിക്കുന്ന ബ്രോക്ക് ലെസ്നറിനെ ഫെമി അടിച്ചു വീഴ്ത്തിയത് 5 മിനിറ്റിന് താഴെയാണ്. വളരെ നിരാശനായിരുന്നു ലെസ്നർ ആ മത്സരത്തിൽ ഫെമിയെ വീഴ്ത്താൻ വേണ്ടി പല കാര്യങ്ങൾ ശ്രമിച്ചു. റിങ്ങിന് പുറത്തേക്ക് കൊണ്ടുപോയി സ്റ്റീൽ കേജ് വെച്ച് അടിക്കാൻ ശ്രമിച്ചു, സ്റ്റീൽ സ്റ്റെപ്സ് വെച്ച് അടിക്കാൻ ശ്രമിച്ചു, കോർണേഴ്സിൽ കൊണ്ടുപോയിട്ട് സ്റ്റീലിലിടിച്ച് ഫെമിയെ വീഴ്ത്താൻ നോക്കി. പക്ഷേ അതിലൊന്നും ഫെമി തളർന്നില്ല. ഫെമി ഫിറ്റാണ്. പക്ഷേ ഫെമി ഈ മത്സരം വിജയിച്ചതിന് ശേഷം റിങ്ങിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു സല്യൂട്ട് നൽകുന്നുണ്ട് ലെസ്നറിൻ്റെ കരിയറിനോട്. പക്ഷേ ലെസ്നർ വല്ലാത്ത വിഷമിതനായിരുന്നു. എന്തായിരിക്കും ലെസ്നറിൻ്റെ അടുത്ത മൂവ് എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ആളുകൾ. ഒരുപക്ഷെ അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ടായിരുന്നു ആളുകൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാലും അതിൽ തെറ്റില്ല. കാരണം ഡേ 2 ആദ്യത്തെ മത്സരമായിരുന്നു ലെസ്നറിൻ്റേത്. ലെസ്നർ ആ റിങ്ങിൽ തന്നെ ഇരുന്നു. റിങ്ങിലിരുന്നിട്ട് കരയാൻ തുടങ്ങി, കൊച്ചു കുട്ടികളെ പോലെ. നമ്മൾ ലെസ്നറിനെ എപ്പോഴും കാണുന്നത് ക്യൂട്ട് ബേബി ബോയ് ആണെങ്കിൽ പോലും അയാളെ ബീസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അയാൾ അത്രമാത്രം റേജസ് ആയിരുന്നു അയാളുടെ കരിയർ ഉടനീളം മുഴുവൻ. അയാൾ വില്ലനായിട്ടുണ്ട്, അയാൾ ഹീറോ ആയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് ഡേയിൽ അയാൾ വല്ലാണ്ട് പൊട്ടിക്കരയുന്നു. അയാൾ ആദ്യം അയാളുടെ ഗ്ലൗസ് വലിച്ചൂരി, അതിനുശേഷം അയാളുടെ ബൂട്ട് ഇളക്കി. അത് സാധാരണ കോമ്പാക്ട് സ്പോർട്സിൽ കാണുന്നത് തൻ്റെ ഒരു റിട്ടയർമെൻറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതായിരുന്നു. ചുറ്റും കൂടിയിരുന്ന ലാസ് വേഗസിലെ ആ റിങ്ങിന് ചുറ്റും കൂടിയിരുന്ന എല്ലാ കാണികളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം WWE സ്ക്രിപ്റ്റിൽ പോലും അതുണ്ടായിരുന്നില്ല. ട്രിപ്പിൾ എച്ചിന് ഇതിനെപ്പറ്റി അറിവ് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോമൻറ്റേറ്റേഴ്സ് ഉൾപ്പെടെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി വണ്ടറടിച്ചു. കാണുന്ന കാണികൾ എല്ലാവരും പെട്ടെന്ന് മൊബൈൽ ഫോൺസ് എടുക്കാൻ തുടങ്ങി. കാരണം അവർക്കറിയാം അവർ സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്കാണെന്ന്. പക്ഷേ എല്ലാവരും ഫോൺ എടുത്തപ്പോൾ പോലും പറഞ്ഞൊരു കാര്യം ലെസ്നർ ഡോണ്ട് ഡു ഇറ്റ് എന്നതായിരുന്നു. പക്ഷേ ലെസ്നർ അത് കേട്ടില്ല. ലെസ്നർ കണ്ണീരോടുകൂടി ആ ബൂട്ട് മഴിച്ച് റിങ്ങിൽ 4 ചുറ്റും പാടെ നിന്ന് എല്ലാവരെയും നോക്കി സല്യൂട്ട് അടിച്ചു. ലെസ്നറിൻ്റെ ചാമ്പ്യൻ എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവരും ഒറ്റ സ്വരത്തിൽ വിളിക്കുകയും ചെയ്തു. ലെസ്നറിന് ശേഷം റിങ്ങിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ലെസ്നർ ഫാൻസുമായിട്ടുള്ള ഒരു 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 വളരെ രസകരമായിട്ടൊരു മുഹൂർത്തം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഹൈഫൈസ് ഒക്കെ കൊടുത്താണ് ലെസ്നർ മടങ്ങിയത്. സാധാരണ ലെസ്നർ അങ്ങനെ നിങ്ങൾക്ക് കാണാറില്ല. ലെസ്നറിൻ്റെ പേടിയായിരുന്നു ആരാധകർക്ക് തന്നെ. ഒരു ബഹുമാനം കൊണ്ടുള്ള പേടി എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാം. ഒരു കൈ അകലത്തെ നിൽക്കുള്ളൂ. പക്ഷേ എന്നാൽ പോലും ലെസ്നർ അടുത്ത് വന്നാൽ കൈ കൊടുക്കും. പക്ഷേ ഇത് ഭയങ്കര കരഞ്ഞുകൊണ്ടുള്ള ലെസ്നറിനെ ഹൈഫൈസ് കൊടുക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ വിഷമിച്ചു പോയി. മാർക്ക് ഹെൻറിയും കേർട്ട് ആംഗിളും ഉൾപ്പെടെയുള്ളവർ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെപ്പറ്റി സംസാരിച്ചു. മാർക്ക് ഹെൻറി തന്നെ പറഞ്ഞ കാര്യം, ഒരു ബീസ്റ്റ് കരയുന്ന കാഴ്ച ലെസ്നറിൻ്റെ ഒരു ഇമോഷണൽ സൈഡ് ആദ്യമായിട്ട് കണ്ടു എന്നതിനെ പറ്റിയാണ് ഹെൻറി വാദവര സംസാരിച്ചത്. ഹെൻറി മാത്രമല്ല, കേർട്ട് ആംഗിൾ ഉൾപ്പെടെ, കേർട്ട് ആംഗിളും ലെസ്നറും തമ്മിൽ ഒരുമിച്ചുള്ള ഒരു ചിത്രമാണ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. സീന റെസിൽമേനിയ എന്ന് പറയുന്നൊരു സാധനം മാത്രം പോസ്റ്റ് ചെയ്ത് വെക്കുകയും ചെയ്തു. സീനയുടെ വിരമിക്കൽ തന്നെ നമ്മൾ കുറച്ച് മാസങ്ങളേ ആയുള്ളൂ, 5 മാസങ്ങളേ ആയുള്ളൂ ടു ബി എക്സാക്ട്, സീന വിരമിച്ചിട്ട്. അതിൽ നിന്നൊന്ന് കരകയറി വരുന്നതേ ഉള്ളൂ WWE ആരാധകർ. അവിടെ നിന്നുകൊണ്ടാണ് ലെസ്നറും പോകുന്നത്. ഈ ലെസ്നറും സീനയും ഒക്കെ ഇപ്പോൾ വന്നു നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇവരൊക്കെ ആരാണ് എന്ന് തോന്നിപ്പോവും. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് WWE തുടങ്ങിയ കാലം മുതൽ, അല്ലെങ്കിൽ WWE എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ആയ കാലം തൊട്ടുള്ള ചരിത്രമൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലെസ്നർ ആരാണ്. അല്ലെങ്കിൽ ലെസ്നറിനെ പറ്റി ഇപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ, അതൊരു റെസ്ലിംഗ് അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ ഒരു മറുപടി ഉണ്ട്. അതുകൊണ്ട് ലെസ്നറിനെ വിരമിക്കൽ നമുക്കൊരു കോമ്പാക്ട് സ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റീറ്ററിൻ്റെ ഒരു റിട്ടയർമെൻ്റ് ആയിട്ട് തന്നെ പറയേണ്ടി വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്ന വ്യക്തി ആദ്യമായിട്ട് അദ്ദേഹം 2002 ഡെബ്യൂ ചെയ്യുമ്പോൾ പോലും അവിടെ അയാൾ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ഉണ്ട്. അവിടെ പോലും അയാൾ കാണികളെ വിറപ്പിച്ചിരുന്നു വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് ബിഫോർ. അപ്പോൾ അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫെയിമുണ്ട്, ഒരു ഭീതിയുണ്ട്. അത് അയാളുടെ 24 വർഷവും പുലർത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ റെസൽമേനിയയിൽ ഡേ 2 തന്നെയാണ് നമ്മൾ റോമൻ റെയിൻസിനെ ചാമ്പ്യനായി കണ്ടത്. അതൊരു സന്തോഷമായിരുന്നു. പക്ഷേ ഡേ 2 റെസൽമേനിയ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു. തുടക്കം തന്നെ ലെസ്നറിൻ്റെ മാച്ച് വെച്ചിട്ട് ലെസ്നറിൻ്റെ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് പിന്നീടുള്ള മത്സരങ്ങൾ തന്നെ സംഭവിച്ചത്. അവിടെ റെയിൻസ് ചാമ്പ്യനായി മാറി എന്നത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ സ്റ്റിൽ ലെസ്നറിൻ്റെ റിട്ടയർമെൻറ്റ് സ്റ്റിൽ ഇസ് എ പെയിൻ. അതൊരു വല്ലാത്ത മുറിവ് തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ലെസ്നർ എന്ന് പറയുന്ന വ്യക്തിയുടെ മത്സരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ത്യാഗം ചെയ്ത ഒരുപാട് പേരുണ്ടാവാം. ചിലപ്പോൾ ചില ഹാങ് ഔട്ട്സ് മിസ് ചെയ്തിട്ടുണ്ടാവാം. ചിലപ്പോൾ ആ സമയം തന്നെ നോക്കി TV കാണുന്നവരുണ്ടാവാം. ലൈവ് മാച്ച് കാണാൻ വേണ്ടിയിട്ട്
ഇരുന്നവരുണ്ടാവാം അർദ്ധരാത്രിയിൽ, അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബട്ട് ബ്രോക്ക് ലെസ്നർ ഇസ് എ ലെജൻഡ്, അതിനകത്ത് ഒരു തർക്കവും ഇവിടെ ആർക്കും വേണ്ട. പക്ഷേ സ്റ്റിൽ സമ്മർ സ്ലാമിൽ അയാൾ റിട്ടയർ ചെയ്യുമെന്ന് പ്രതീക്ഷ എടുത്ത് നിന്നുകൊണ്ടാണ് ഒരു ആൻറ്റി ക്ലൈമാക്സ് സംഭവിച്ച് റെസൽമേനിയയിൽ അയാൾ റിട്ടയർ ചെയ്യുന്നത്. ഒരു പക്ഷേ ലെസ്നറിനെ തിരികെ വിളിപ്പിക്കാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ടാവാം, അണിയറയിൽ ചർച്ചകൾ നടക്കുന്നുണ്ടാവാം, ആരാധകർ വലിയ രീതിയിൽ സജീവമായിട്ട് തന്നെ ലെസ്നറിൻ്റെ കംബാക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് എക്സിൽ ഉൾപ്പെടെ പോസ്റ്റുകൾ ഇടുന്നുമുണ്ട്. പക്ഷേ എന്നാൽ പോലും ലെസ്നറിൻ്റെ തീരുമാനം അന്തിമമാണോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ റിങ്ങിൽ വെച്ച് കൃത്യമായി അനൗൺസ് ചെയ്യുമ്പോഴേക്കും ലെസ്നറിൻ്റെ ഉള്ളിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗന്ധർ ജോൺ എന്ന് പറയുന്ന വ്യക്തിയാണ് സീനയുടെ അവസാനത്തെ മത്സരവും കളിച്ചത്. ഗന്ധറിൻ്റെ മുമ്പിലാണ് സീന പരാജയപ്പെട്ടാണ് സീന പോകുന്നത് എന്നതും കൂടി ആലോചിക്കുക, അതും ഒരു ടാപ്പ് ഔട്ടിൽ. ജോൺ സീന തൻ്റെ കരിയറിലാകെ ഇതിനു മുമ്പ് 2 വട്ടമാണ് ടാപ്പ് ഔട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കൂടി പറയാം. 3ാമത്തെ വട്ടം ടാപ്പ് ഔട്ടായി, സബ്മിഷനാണ്. സീന അങ്ങനെ പെട്ടെന്ന് സബ്മിഷൻ കൊടുക്കുന്ന ഒരാളല്ല, സബ്മിറ്റ് ചെയ്യുന്ന ഒരാളുമല്ല. പക്ഷേ സീന സബ്മിറ്റ് ചെയ്തപ്പോൾ പോലും ആളുകളുടെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. ഇതൊരു പക്ക സ്ക്രിപ്റ്റഡായി പോയി. സ്ക്രിപ്റ്റ് കുഴപ്പമില്ല, ഞങ്ങൾക്കറിയാം ഇത് സ്ക്രിപ്റ്റഡാണെന്ന്, പക്ഷേ കുറച്ചുകൂടെ നിലവാരമുള്ള കുറച്ച് സ്ക്രിപ്റ്റുകൾ കൊണ്ടുവരാമായിരുന്നു എന്ന് സീനയെ അന്ന് പുറത്താക്കിയതിന് ശേഷം ആളുകൾ വല്ലാതെ പറഞ്ഞിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് ലെസ്നർ റിട്ടയർമെൻറ്റ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. കാരണം ഗന്ധർ ജോണുമായിട്ട് അവസാനത്തെ മത്സരം സമ്മർ സ്ലാമിൽ കളിക്കാൻ വേണ്ടി ഇരിക്കുന്നതിന് മുമ്പ് ലെസ്നർ റിട്ടയർ ചെയ്യാനുള്ള 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒബാഫെമി എന്ന വ്യക്തി ഫിസിക്കലി ഫിറ്റാണ്. ഒബാഫെമിയുടെ മുമ്പിൽ പരാജയപ്പെട്ടാലും ലെസ്നറിന് അതൊരു പൊന്തൂവല് പോലെയാണ്. കാരണം താൻ പരാജയപ്പെടുന്നത് ഒരു കൃത്യമായ ഫിസിക്കുള്ള ഒരു മനുഷ്യന് മുമ്പിലാണ് എന്ന് ലെസ്നറിനെങ്കിലും തോന്നാം. പക്ഷെ അപ്പുറത്തേക്കുന്ന ഗന്ധർ അങ്ങനെയല്ല. ഗന്ധർ ഈ പറയപ്പെടുന്ന രീതിയിൽ ഗന്ധർ ഭയങ്കര ഗംഭീരമായ പ്ലെയറാണ്, ഇതിനെപ്പറ്റി എതിർപ്പൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒബാഫെമിയുടെ നിലവിലത്തെ ഫിസിക് പ്ലസ് വിത്ത് കമ്പയർഡ് ടു ഗന്ധർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ഒബാഫെമി കൃത്യമായ ഡിസിഷനാണ് ലെസ്നർ എടുത്തതെന്ന് ഞാൻ പറയത്തുള്ളൂ. പക്ഷേ അവിടെ ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യം ലെസ്നറിന് സ്വന്തം നാട്ടിൽ വെച്ചിട്ട് സമ്മർ സ്ലാം കളിച്ചിട്ട് വേണമെങ്കിൽ ഇറങ്ങാമായിരുന്നു എന്നത് പറയുമ്പോഴാണ്. പക്ഷേ അത് തീരുമാനിക്കേണ്ടത് ലെസ്നറാണ്. ലെസ്നർ അവിടെ വെച്ച് ഒരു സഡൻ ഡിസിഷൻ എടുക്കുന്നു എന്നത് വേണ്ടി പറയേണ്ടി വരും. ആകെ 5 മിനിറ്റ് താഴെ മാത്രമേ മത്സരം ഉണ്ടായിരുന്നുള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 4 minutes and 37 seconds എത്ര ഉണ്ടായിരുന്നുള്ളൂ ഒബാഫെമിയായിട്ടുള്ള മത്സരം. അതുപോലും വളരെ ഞെട്ടലുണ്ടാക്കിയതാണ്. പക്ഷേ ലെസ്നർ വാസ് ഫിസിക്കലി വീക്ക്, വയ്യ എന്ന് വേണം തന്നെ പറയാം. ഒരു മൂവും വർക്ക് ആവുന്നില്ല, ഒന്നും ഫെമിയുടെ രോമത്ത് കൊള്ളുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സ്റ്റീൽ സ്റ്റെപ്സ് വെച്ച് വരെ അടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ലെസ്നറിനെ മാറി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ചോക്സ്ലാം അടിച്ചിട്ട് പവർ ബോംബും കൂടെ അടിച്ചതിന് ശേഷം ലെസ്നർ ഔട്ടായിപ്പോയി, കംപ്ലീറ്റ്ലി ഔട്ടായിപ്പോയി. സോ ഇറ്റ്സ് അഡ്യൂസ് ടു ദ ലെജൻഡ്. അത് തന്നെയാണ് ലെസ്നറിൻ്റെ വിരമിക്കലിനെ കുറിച്ചും പറയാനുള്ളത്. ഫാൻസ് ഭയങ്കര വിഷമത്തിലാണ്, സ്വാഭാവികമാണ്. ബിക്കോസ് 24-year-old കരിയറാണ് നമ്മുടെ മുന്നിൽ കൂടെ പോയത്. ലെസ്നർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പേടിയാണ്. പക്ഷേ ലാസ്റ്റ് ആ മനുഷ്യൻ കരഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി. അത് ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു ബീസ്റ്റ് ഇൻകാർണേറ്റ് എന്നൊക്കെ വിളിച്ചപ്പെട്ടിരുന്നൊരു വ്യക്തി ഒരു ബേബി ബോയ് പോലെ റിങ്ങിൻ്റെ നടുവിലിരുന്ന് കരഞ്ഞപ്പോഴേക്കും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് കൂടിയായിരുന്നു അത്. സോ ലെസ്നേഴ്സ് റിട്ടയർമെൻറ്റ് വാസ് ഓൺ ടൈം ഓർ നോട്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.